ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് മലപ്പുറം ജില്ലയിലുള്ള കക്കാടംപൊയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ വിചാരിച്ച എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്നേ. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഇതിൽ ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ കുറവുകളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കാം കേട്ടോ. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും. അപ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്ലേസിൽ ഇത് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാനും ഇല്ലാത്തൊരു ട്രിപ്പാണ്. ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്ന സമയത്ത് പറഞ്ഞു എന്നാൽ കക്കാടംപൊയിൽ പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടോ. ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഉള്ളൂ കേട്ടോ കക്കാടംപൊയിലേക്ക്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു അടിപൊളി സ്പോട്ട് കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് അവിടെ ഇറങ്ങിയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് കേട്ടോ. അങ്ങനെ വണ്ടി അവിടെ സൈഡാക്കി കേട്ടോ. എനിക്ക് ബുള്ളറ്റിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഇവിടെ ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹിഡൻ ഒന്നല്ല, ഇവിടെ വന്നിട്ടുള്ളവർക്ക് ഇതൊരു ഹിഡൻ ആയിട്ടുള്ള സ്പോട്ടല്ല. നിങ്ങൾ ഒരു വന്നിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു അറിയാത്തൊരു സ്ഥലം തന്നെ ആയിരിക്കുമല്ലോ. നല്ല രസമാണ് ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നല്ലൊരു പടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പടികളൊക്കെ ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു രസമാണ്. ശരിക്കും നമ്മൾ യാത്രകളൊക്കെ പോകണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ശരിക്കും എന്താ പറയുക, ശരിക്കും മൈൻഡ് റിലാക്സ് ആക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ഒരു ശബ്ദമാണെന്നുണ്ടെങ്കിലും കാടിൻ്റെ ഒരു ഭംഗിയാണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ട് ഭയങ്കര ആംബിയൻസ് ഉള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇവിടെ. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കാര്യം പറയേണ്ടത് തന്നെയുണ്ട് ഗൈസ്. ഒരുപാട് പാറക്കെട്ടുകളാണ് കേട്ടോ. പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ ഈ വെള്ളം ഇങ്ങനെ വരുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറവുള്ള ടൈമാണ്. ശരിക്കും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ പാറകളൊന്നും കാണാത്ത രീതിയിലുള്ള വെള്ളം ഇവിടെ ഉണ്ടാവും കേട്ടോ ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് യാത്ര പോകാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ കക്കാടംപൊയിൽ എന്ന് പറയുന്നത്. അടിപൊളിയാണ്. ബക്കറ്റ് ലിസ്റ്റ് മാത്രമല്ല കേട്ടോ ഗൈസ്, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ കക്കാടംപൊയിൽ. അപ്പോൾ ഇവിടുത്തെ ഭംഗിയൊക്കെ കണ്ടതിന് ശേഷം ഞാൻ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ചുറ്റിനും മലകളാണ് കേട്ടോ. മലകൾ കൊണ്ട് മൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാടിൻ്റെ ഒരു ഭംഗിയും. രണ്ട് സൈഡിലും ഈ മരങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഇവിടേക്ക് വരുമ്പോൾ ഒന്നെടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ ഇവിടുത്തെ റോഡ്. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇതിൽ വണ്ടി ഓടിച്ച് പോകാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഞാനൊരു അതിഥീനെ കണ്ടേ. റോഡിൽ നിൽക്കായിരുന്നു കേട്ടോ ആള്. ഞാൻ പോയെന്ന് തൊട്ടൊക്കെ നോക്കി ഗൈസ്. ബേക്കിൽ നിൽക്കുമ്പോൾ ചവിട്ട് കിട്ടുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മുന്നു വഴിയൊന്ന് പോയി നോക്കി. ആൾക്ക് ഒരു കുലുക്കും ഇല്ല കേട്ടോ. ആളവിടെ നിന്നിട്ട് നല്ല കഴിക്കലാണ്. ഞാനൊരു പുല്ലൊക്കെ പറിച്ചു കൊടുത്ത് നോക്കി. എവിടെ, പുള്ളിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ കുറച്ചു നേരം അതിനെ തൊട്ടും തലയോടി അവിടെ നിന്നിട്ട് പിന്നെയാണ് ഞാൻ അവിടെ നിന്ന് പോയത് കേട്ടോ ഗൈസ്. ഇയാൾ ഇവിടുത്തെ സ്ഥിരം പുള്ളിയാണ് കേട്ടോ. ഈ സ്ഥലങ്ങളിലായിട്ട് ചുറ്റിപ്പറ്റിയ ആളെ എപ്പോഴും കാണാൻ പറ്റുന്നതാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് കേട്ടോ. ആളെ ഇവിടെ ആരോ വളർത്തുന്നതാണെന്നാണ് പറയണത്. ഇവിടെ നിന്നുള്ള വ്യൂ എടുത്ത് പറയേണ്ടത് തന്നെയായിരുന്നു കേട്ടോ ഗൈസ്. നല്ല ഭംഗിയായിരുന്നു ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് കുതിരേനോടൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ പിന്നെയും പോയിട്ടോ മുകളിലേക്ക് തന്നെ. ഇപ്പം ഞാൻ കയറുന്ന സമയത്ത് തന്നെ അത്യാവശ്യം ഇങ്ങനെ മഞ്ഞ് മൂടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മൂടൽ മഞ്ഞാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റും മലകളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ട്രിപ്പ് തന്നെ ആയിരുന്നു കേട്ടോ നമുക്ക്. നിങ്ങളൊരു ഓഫ് റോഡ് പ്രേമിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ഒരുപാട് വളവുകളും തിരിവുകളും കട്ടറുകളുള്ള റോഡാണ് കേട്ടോ അത്. ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങിട്ടോ.
കാരണം ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നേ. നോക്കിയേ, നിങ്ങൾ വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ? ആ മലേൻ്റെ ഇടയിൽ കൂടെ ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരുന്നേ. ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് കുറെ നേരം നോക്കി, പിന്നെ അവിടെ നിന്ന് പിന്നെയും പോയിട്ടോ. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ഇവിടെ എത്തിയപ്പോ ഒരു സ്പോട്ട് കണ്ടേ. അപ്പൊ അവിടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ശരിക്കും ഒരു റിസോർട്ടിലേക്ക് പോകാനുള്ള വഴിയാണ്. പക്ഷെ നല്ല ഭംഗിയാട്ടോ വഴി കാണാൻ വേണ്ടിയിട്ട്. പുഴയിലേക്ക് ഈ മുളങ്കൂട്ടം ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ. ഈ പുഴയുടെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ വണ്ടി പോകണ്ടേ. ഈ റോഡ് കാണുന്നില്ലേ നിങ്ങൾ? അപ്പൊ നല്ല രസമായിരിക്കും കേട്ടോ വണ്ടി പോകണം. ജീപ്പൊക്കെ ഇറങ്ങി പോകാൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ തുടങ്ങിട്ടോ ഗൈസ്. വെള്ളം കണ്ടപ്പോ ഞാൻ എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാന്ന് വിചാരിച്ചത് ഗൈസ്. ഇറങ്ങിയപ്പോ തന്നെ മുഞ്ചി ഞാൻ വഴിക്കടിക്ക് വീടാൻ പോയി. ചെളിയാണ് കേട്ടോ അവിടെ. പിന്നെ അതാ ഇവിടെ ഒരു പാലമൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് ആ പാലം കാണാനേ. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് പിന്നെ പാലത്തിലേക്ക് കയറാന്ന് വിചാരിച്ചു. ഈ റിസോർട്ടിലേക്കുള്ള പാലാണ് കേട്ടോ അത്. അവരുണ്ടാക്കിയതാണ്. പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അവിടെ കുറച്ചു നേരം നിന്നു, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിൽക്കാനാണെന്നുണ്ടെങ്കിലും. നല്ല ഭംഗി ഉണ്ടായിരുന്നേ. നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടത്. അവിടെ നിന്ന് ആ വെള്ളം ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പിന്നെയും മുന്നിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. അപ്പൊ ഞാൻ വെണ്ടേക്കുംപൊട്ടി എത്തിട്ടോ. ഇവിടെ നിന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദാമിന്റെ തോട്ടത്തിലേക്കാണ് കേട്ടോ എത്തുന്നത്. ഒരു റിസോർട്ടാണ് കേട്ടോ. ഇവിടെ നമുക്ക് റൈറ്റ് കയറിയിട്ടാണ് കക്കാടംപൊയിലേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ കക്കാടംപൊയിലേക്കാണ് പോണത്. പോകുന്ന വഴികളിലൊക്കെ നിങ്ങൾക്ക് ഓരോ ചെറിയ ചെറിയ റിസോർട്ടുകൾ കാണാം കേട്ടോ. ഇവിടെ എത്തിയപ്പോ ഞാനത് ഒരു കാഴ്ച കണ്ടു കേട്ടോ. ഓട്ടോറിക്ഷയൊക്കെ അത് അതിൽ കയറി പോണ്. ഞാൻ ശരിക്കും അന്തം വിട്ടു കേട്ടോ. ഓട്ടോറിക്ഷയ്ക്കൊക്കെ എങ്ങനെയാ അതിൽ കയറി വരുന്നത്? അമ്മാതിരി കയറ്റമൊക്കെ ഉണ്ടോ ഗൈസ്? എനിക്കറിയില്ല വണ്ടിയൊക്കെ എങ്ങനെയാ കയറി വരുന്നതെന്ന്. ഡ്രൈവർ പ്രോ ആണെന്നാണ് കേട്ടോ തോന്നുന്നത്. ഇതൊരു കയറ്റം തന്നെയാണ് കേട്ടോ. വളവോട് കൂടി കയറ്റാകുമ്പോ ശരിക്കും നമുക്ക് ഒരു പ്രാവശ്യം വണ്ടി ഒന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ കാല് കുത്തി നിർത്താൻ കഴിയില്ല കേട്ടോ. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നമുക്ക് ഇതിലെ വണ്ടി ഓടിച്ച് പോകാൻ കഴിയുള്ളൂ കേട്ടോ. ഞാൻ ശരിക്കും മുക്കറായിട്ടുണ്ട് ഗൈസ്. എങ്ങനെ എത്തിയതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഫ്രണ്ട്സ്, അപ്പൊ ഇതിലെനിക്ക് ധാറും കൊണ്ട് വരണം എന്നാട്ടോ എൻ്റെ ഒരു ആഗ്രഹം. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും നടക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ റോഡാണ് കേട്ടോ നമ്മള് ഓഫ് റോഡിന്റെ ലാസ്റ്റ് സ്പോട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നല്ല റോഡാട്ടോ വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കക്കാടംപൊയിൽ എത്തിട്ടോ നമ്മള്. ഇതാണ് ഗൈസ് കക്കാടംപൊയിലിന്റെ അങ്ങാടി കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് കോഴിപ്പാറയിലേക്കും കുരിശുമലയിലേക്കും ഒക്കെ പോകേണ്ട റോഡ്. അപ്പൊ ഞാൻ നേരെ എന്നാ കോഴിപ്പാറയിലേക്ക് പോകാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പോകുന്നത്. ഞാൻ ഇതുവരെയും പോയിട്ടില്ല കേട്ടോ ഗൈസ്. കോഴിപ്പാറയിലേക്കും പോയിട്ടില്ല, കുരിശുമലയിലേക്കും ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പോയി നോക്കിയായിരുന്നേ. നല്ല ഭംഗിയാട്ടോ. പോകുന്ന വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കൂടുതൽ ഇവിടെ റിസോർട്ടും കാര്യങ്ങളാട്ടോ ഉള്ളത്. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ഇവിടെ എത്തിയപ്പോ ഒരു അടിപൊളി വീട് കണ്ടുട്ടോ ഗൈസ്. നിങ്ങളൊന്ന് നോക്കിയേ. ചുറ്റിനും മലകളും ഒരൊറ്റപ്പെട്ടൊരു വീട് മാത്രം. ശരിക്കും ആരാണാവോലെ ആ ഭാഗ്യവാൻ അവിടെ താമസിക്കുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഗൈസ് ആ വീട്. ലക്ഷങ്ങളായിരിക്കും അതിനൊക്കെ ചോദിക്കുന്നത്. എന്തായാലും അവിടെ നിന്നതാ ഈ കാണുന്നതാണ് നമ്മുടെ കുരിശുമല കേട്ടോ. അപ്പൊ ഇവിടെ നിന്നാണ് നമുക്ക് കുരിശുമലയിലേക്കും പിന്നെ കോഴിപ്പാറയിലേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റിന്റെ പുറത്തുനിന്ന് കുരിശുമലയ്ക്ക് പോയി നോക്കാന്ന് വിചാരിച്ചു. ഇവിടുന്ന് നേരെ ലെഫ്റ്റ് പിടിച്ചു കേട്ടോ.
കുരിശുമലയിലേക്ക് പോകുന്ന റോഡാട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ ഇവിടെ എത്തിയപ്പോൾ ഞാനൊരു സ്പോട്ട് കണ്ടേ. അതൊരു റിസോർട്ടിന്റെ ഒരു ബാക്ക് സൈഡ് ആട്ടോ. ഇവിടുന്ന് നോക്കിയാൽ അത് കാണാൻ പറ്റൂട്ടോ. നല്ല ഭംഗിയായിരുന്നു അവിടുന്ന് കാണാൻ. അപ്പൊ ഞാൻ അവിടെ നിർത്തിയിട്ടൊരു വീഡിയോ എടുത്തിട്ടോ. ഇതാണ് കേട്ടോ സ്കൈവേ റിസോർട്ടിന്റെ ബാക്ക് സൈഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാ ഇവിടെ ഡ്രോപ്പ് ഒക്കെ പോകുന്നുണ്ട് ഗൈസ്. എനിക്കത് കണ്ടപ്പോൾ അതിലൊക്കെ കയറാൻ വലിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പ്ലാനൊക്കെ നമ്മൾ കോഴിപ്പാറ പോകാനുള്ളതായത് കൊണ്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞില്ല കേട്ടോ ഗൈസ്. ഇതാണ് കേട്ടോ നമ്മളെ കുരിശുമല. അതൊരു മൂഞ്ചി ട്രിപ്പായിരുന്നു ഗൈസ്. 8 നിലയിൽ പൊട്ടിയിട്ടോ. ഇവിടെ നിന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മേലേക്ക് നമുക്ക് ഈ ജീപ്പിലേ പോവാൻ പറ്റുള്ളൂ കേട്ടോ. അത്രമാത്രം എന്താണ് കട്ടറാണ് കേട്ടോ ഈ റോഡ് എന്ന് പറയണത്. ഓഫ് റോഡ് മാത്രമേ നമുക്ക് ഇതിലെ കയറാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പകുതി വരെ പോയി നോക്കിട്ടോ. നടക്കൂല കേട്ടോ. അമ്മാതിരി കയറ്റാണ്. പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചിറങ്ങാനാണ് ചെയ്യുന്നത്. വേറെ അല്ലാതെ ഒരു നിവൃത്തിയില്ല. പിന്നെ പ്ലാനൊന്നും ചെയ്യാതെ വന്ന ട്രിപ്പ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുരിശുമലയിലേക്ക് വേറൊരു ദിവസം വരാന്ന് പറഞ്ഞു അവിടെ നിന്ന് തിരിച്ചിറങ്ങാട്ടോ ചെയ്തത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്കൈവേവിന്റെ ഫ്രണ്ടേജ്. അവിടെ നിന്ന് നേരെ ഞാൻ കോഴിപ്പാറയിലേക്ക് ആട്ടോ പോയത്. ഇതാണ് കേട്ടോ നമ്മള് കോഴിപ്പാറയിലേക്ക് പോകുന്ന റൂട്ട്. ഇവിടെ എത്തിയപ്പോഴാണ് ഗൈസ് ഞാൻ ആ സത്യം പറഞ്ഞത്. കോഴിപ്പാറയും വെട്ടുനിലയും പൊട്ടി, കുരിശുമലയും പൊട്ടി ഗൈസ്. കാരണം ഇവിടെ 5 മണി വരെ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ടിക്കറ്റ് അലൗഡ് അല്ല. അപ്പൊ മുഞ്ചി ഗൈസ്. അപ്പൊ ഇവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റൂല. എന്നപ്പോൾ നമുക്ക് ഇവിടെ അടച്ചതുകൊണ്ട് വേറൊരു ദിവസം വരാമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തിരിച്ചു പോകാന്നല്ലാതെ വേറെ ഒരു നിവർത്തിയില്ല കേട്ടോ. പിന്നെ നേരെ കക്കാടംപൊയിൽ അങ്ങാടിയിലെത്തി. എന്നാ വിചാരിച്ചൊരു ചായ കാച്ചാന്ന്. അങ്ങനെ നേരെ ഒരു ചായക്കടയിൽ കയറിട്ടോ. ആ 2 പട്ടിക്കുട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു അവന്മാരെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ എടുത്തു പറയേണ്ട കാര്യം, ഇവിടുത്തെ പട്ടിക്കുട്ടന്മാരെ കാണാൻ ഭയങ്കര രസാട്ടോ. നല്ല തൊപ്പുള്ള പട്ടിക്കുട്ടന്മാരാണ്. അവിടുന്ന് മേടിച്ചിട്ടോ മുട്ട ബജിയും ചായ. വേറൊരു രക്ഷയില്ല കഴിച്ച് ചായ കുടിക്കാൻ തിരിച്ചു പോകാന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് പ്ലാനിങ്ങോട് കൂടി നമ്മൾ വരണം എന്ന് പറയണത്. ഇനി ഒരു പ്ലാനും ഇല്ലാതെ വരുന്ന ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നിലയിൽ പൊട്ടി. ഈ ചായക്കടയില് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ വാങ്ങിയത് മുട്ട ബജിയാണ്. എനിക്ക് പണ്ടേ മുട്ട ബജി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. പിന്നെ അതൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങല്ലാതെ വേറൊരു നിവർത്തിയില്ല. ഇറങ്ങുന്ന ടൈം ആയപ്പോൾ തന്നെ 6 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കേറുന്ന അത്ര സുഖം ഇറങ്ങുമ്പോൾ കിട്ടൂല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഓഫ് റോഡ് കൂടിയാണ്. വണ്ടി പിടിച്ചെടുത്ത് നിൽക്കത്തില്ല കേട്ടോ. രാത്രിയിലും കാടിന് നല്ല ആംബിയൻസ് ആട്ടോ ഗൈസ്. കാടിൻ്റെ ഉള്ളിൽ കൂടെ രാത്രി പോകാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ ആനയൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. ഒരു ധൈര്യത്തിലാണ് പോണേ. കാരണം മുന്നിലൊക്കെ ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അവരുടെ ബേക്കിൽ തന്നെ ആട്ടോ പോണേ. നല്ല കുത്തനെയുള്ള ഇറക്കാണ്ട് ഗൈസ്. പരമാവധി പിന്നെ നമ്മൾ 2 വീലറിലൊക്കെ വരികയാണെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഗിയറിലൊക്കെ ഇട്ടിട്ട് ഇറങ്ങി വരാനേ കഴിയുള്ളൂ. കാരണം വണ്ടി നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കില്ല കേട്ടോ. അമ്മാതിരി ഇറക്കാണേ. ഇതാണ്ടോ നമ്മൾ നേരത്തെ പോയ വെണ്ടേക്കും പൊട്ടി എത്തിട്ടോ. ഇവിടുന്ന് പിന്നെ നമ്മളുടെ വീട്ടിലേക്ക് നമുക്ക് ലെഫ്റ്റ് കയറിയിട്ടാട്ടോ പോകേണ്ടത്. അപ്പൊ നേരെ പോവാണ്ടോ വീട്ടിലേക്ക്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ട്രിപ്പ് വരുന്നുണ്ടെങ്കിൽ നല്ല പ്ലാനോട് കൂടി വരണം കേട്ടോ. അല്ലെങ്കിൽ എന്റെ പോലെ 8 നിലയിൽ പൊട്ടൂട്ടോ ഗൈസ്. എന്തായാലും ഞാനൊരു തിരിച്ചുവരവുണ്ട്. അതെന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. നൈറ്റ് ആയി തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ എന്തായാലും കാണുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ വീഡിയോയുടെ സൈനിങ് ഓഫ് ചെയ്യാന്നേ.